എല്ലാവർക്കും നമസ്കാരം. ഞാൻ പൂജ. നല്ല പേര്. ഇവിടെ ഞാൻ വന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല, സീസൺ 8ന്റെ കപ്പ് വെക്കാനാണ്. അപ്പൊ ആരും പേടിക്കണ്ട, സീസൺ 8ന്റെ കപ്പ് എനിക്ക് മാത്രമാണ്. സങ്കൽപ്പിച്ചാ മതി. ലോകകപ്പ് നേടിയ ഒരു രാജ്യം കപ്പടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അത് ഉത്തരം പറ. അത് ആദ്യം അത് ലോകകപ്പ് മത്സരം കളിക്കാനുള്ള യോഗ്യത നേടണം. ബിഗ് ബോസിൽ കപ്പടിക്കുന്നതല്ല നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് ബഹളം വെക്കേണ്ടത്. അത് പിന്നത്തെ കാര്യം. ഇന്നലത്തെ ദിവസം പോലും പാസ്സാകാൻ പറ്റാഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് കപ്പടിക്കുമെന്ന് പറഞ്ഞത്. ഇന്നലത്തെ കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി ഇവിടെ ജസ്റ്റിസ് സർവ് ചെയ്തിട്ടില്ല. ലോക്ക് ഓപ്പൺ ചെയ്തവർക്ക് മാത്രമേ ആ റൗണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. പൂജ കരഞ്ഞത് കാരണം മാത്രം അവിടെ ഒരു ഇമോഷണൽ സീൻ ഉണ്ട്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ. കുറെ വിദ്യകളും സകല അഭ്യാസങ്ങളും ഒക്കെ പഠിച്ചവനാണ് ഞാൻ. നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരുന്നോ പൂജയെ കയറ്റിവിട്ടാൽ കുഴപ്പമുണ്ടോ ഇല്ലേ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അപ്പോൾ എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞത് കൊണ്ടാണോ കയറ്റിവിട്ടത്? പൊട്ടന്ന ലോക പൊട്ടനാണ്. ബാക്കിയുള്ള ഇവരുടെ കയ്യിൽ ആർക്കൊക്കെ ക്ലൂ ഉണ്ടായിരുന്നു? സത്യം സത്യമായി പറയുന്നവനായി രാജാക്കൻ. അതിനുള്ളിൽ കേട്ടതിന് മുമ്പ് ഒരു മഹത് വ്യക്തി വന്ന ലോക്ക് ജാമാക്കി. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഒരു കാര്യം നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, നിങ്ങളാണ് കൂട്ടത്തിൽ ഏറ്റവും അലമ്പ്. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണ്. നാണവും മാനവും ഇത്തിരി കുറവാണ്. ഇവിടെ കളിച്ച് ജയിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഫെയർ ആണോ അൺഫെയർ ആണോ പബ്ലിക് തീരുമാനിച്ചോളൂ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല.